ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചിക്കൻ കറി വയ്ക്കാൻ പോവാണ്. തേങ്ങ വറുത്തരച്ച്, അതായത് തേങ്ങയും വറ്റൽമുളകും പെരിഞ്ജീരകവും കുരുമുളകും കൂടെ വറുത്തരച്ച് നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ പോവാം. പണ്ട് കാലങ്ങളിലൊക്കെ മുളകൊക്കെ പൊടിക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ മുളകും മല്ലിയും കൂടെ വറുത്തരച്ച് മീൻകറി വയ്ക്കുമായിരുന്നു. ആ ടേസ്റ്റൊന്നും ഇന്ന് കിട്ടത്തില്ല. പണ്ട് അമ്മമാർ അങ്ങനെയൊക്കെ ചെയ്തു. ഞങ്ങളുടെ ചെറുതായത്തിലൊക്കെ ഞങ്ങളും അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം മുളകും മല്ലിയും പൊടിക്കാനൊക്കെ മേടിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നിപ്പം തേങ്ങ വറുത്തരച്ച് അതായത് വറ്റൽമുളകുണ്ട്, നല്ല കാശ്മീരി ചില്ലിയാണ്ടോ അത് വറുക്കുന്നത്. അതിനകത്ത് നമ്മൾ തേങ്ങയും വറ്റൽമുളകും കൂടാണ് വറുത്തെടുക്കുന്നത്. അത് വറുത്തെടുത്തിട്ട് ഒരു പാകമാകുമ്പോൾ നമ്മളതിനകത്ത് കുരുമുളകും പെരിഞ്ജീരകവും കൂടി ഇട്ട് നല്ല വൃത്തിയായിട്ട് അരച്ച് കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇതാണ് തേങ്ങ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വെളിയിൽ വെച്ചിട്ടാണ് ഈ ഫോണിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടാക്കുന്നത്. അത് കാരണം ഭയങ്കര കാറ്റുണ്ട് വെളിയിൽ. കാറ്റുള്ള കാരണം തീ ഇങ്ങനെ ആളി പടരുന്നുണ്ട്. ഒന്ന് മൂത്ത് വരാറായി. മൂത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി മൂത്തില്ല, എന്നാലും മൂത്ത്. നമുക്കിതിനകത്തോട്ട് പെരിഞ്ജീരകവും കുരുമുളകും കൂടി ഇടാം. അതുകൂടെ മൂക്കണം. തേങ്ങ ഒരു പകുതി മൂപ്പാകുമ്പോഴേ ഇടാവുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. പകുതി മൂപ്പായിട്ടുണ്ട്, നമുക്ക് അതുകൂടി ഇടാം. ഇതിനകത്തോട്ട് നമ്മൾ പെരിഞ്ജീരകം ഇടുകയാണ്. കണ്ട, പെരിഞ്ജീരകം ഇട്ട് പിന്നെ തന്നെ കുരുമുളക്. തേങ്ങ വറുക്കുന്നത് കൊണ്ട് കുരുമുളക് ഇച്ചിരി ഇടണം, കാരണം എരിവ് വേണ്ടേ, തേങ്ങയ്ക്ക് മധുരമല്ലേ. കുരുമുളക് ഇട്ട് ഇന്നൊന്ന് ഇളക്കി കേട്ടോ. അതെ, നമ്മൾ ആ ചട്ടി ഇറക്കി വെച്ച ചീനിച്ചട്ടി, കാരണം എന്നറിയാം, ഇത് അടുപ്പിലിരുന്ന് കരിയും. കാരണം ചട്ടിക്ക് ഭയങ്കര ചൂടുണ്ട്. ആ കൂട്ടത്തിൽ ഇതുകൂടെ ഇളക്കിയാൽ ഇറക്കി വെച്ചില്ലെങ്കിൽ കരിഞ്ഞു. അത് നമ്മൾ ഇറക്കി വെച്ച് ഇളക്കുവാണ്. ഇനി ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ ഒന്നിച്ചരയ്ക്കുന്നത്. നമുക്കിനി അരച്ചെടുക്കാം. അത് തണുക്കട്ടെ കേട്ടോ. തണുത്ത് വരുമ്പോഴത്തേക്ക് ആ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൊടി എടുത്തുകൊണ്ട് വരാം. നമ്മളിതിനകത്ത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയ്ക്ക് ചട്ടിക്ക് ചൂടുള്ള കാരണം നമ്മൾ ആ മല്ലിപ്പൊടി ആയത് കാരണം നമ്മൾ അടുപ്പിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ചൂടത്ത് കിടന്ന് ഇതൊന്ന് മൂക്കും. അത് മതി. കണ്ടോ, ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതെല്ലാം മൂത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. കിളിയിലാന്ന് കേൾക്കുന്നുണ്ടോ? അത് മുളക് മൂത്തതിൻ്റെയാണ്. നമുക്ക് അരച്ചെടുത്തിട്ട് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. എണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ട് അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഉള്ളിയെല്ലാം വഴറ്റി വരാം. ഉള്ളി വഴറ്റാനായിട്ട് ഇതേണ്ടേ, തക്കാളിക്ക, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, 2-3 തണ്ട് കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ഇടണം. എന്നാലും നമ്മൾ ഇപ്പം 2-3 ഇടും. ഇത് നമ്മൾ അതിനകത്തിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടു പൊട്ടിച്ച് ഉലുവായും കൂടി ഇട്ടിട്ട്, ഇത് വെളിയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം കയ്യിൽ പിടിച്ച് കാണിക്കുന്നത് കേട്ടോ. ഉലുവ 2-3 ഇട്ടിട്ടുള്ളൂ, കൂടുതലിടരുത്, കയ്പ്പാവും. കടുക് പെട്ടെന്ന് കടുക് പൊട്ടുന്നുണ്ടോ? ചട്ടി നല്ലോണം ചൂടായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കിതിനകത്തോട്ട് ആ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ഇതിനൊന്ന് വഴറ്റി എടുക്കാതെ തക്കാളിക്കൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം. തക്കാളിക്ക് ഉള്ളിയും സവാളയും പച്ചമുളകും
വെളുത്തുള്ളി എല്ലാം കൂടാണ്. നമുക്ക് ആ വഴന്ന് ഇത് വരട്ടി വരുന്നതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇടാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് വേവിക്കാം. ഇതിനെന്താണ് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുമ്പോൾ ചിക്കൻ ആ തേങ്ങ വറുക്കുന്നതിനകത്തിട്ട് വേവിച്ചാൽ വേഗത്തിലെന്നല്ല, നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നതും മുളക് കറി വയ്ക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് ആ തേങ്ങ വറുത്തരച്ച് വെച്ചാൽ വറുത്തരച്ചിട്ട് നല്ല മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ച് ഈ ചിക്കനൊന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാൻ. നമ്മൾ സാധാരണ തീയിലൊക്കെ വയ്ക്കുന്ന തേങ്ങ വറുത്തരച്ച് കഴിയുമ്പോൾ അധികം അരപ്പിട്ട് വേവിക്കത്തില്ല, ഈ ചൂടാക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് എടുക്കട്ടെ. അപ്പം നമുക്കിത് വെള്ളം ഒഴിച്ച് അരച്ച മിക്സിയുടെ ജാറാണ്. അതിനകത്തോട്ട് നമ്മൾ ആ വെള്ളം കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കത് ആ വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുക. ഇറച്ചിക്കകത്തോട്ട് നല്ല വെയിലും ഉണ്ട്. ചിക്കൻ തിളച്ച് നിറയെ ചിക്കൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അരപ്പിൻ്റെ വെള്ളവും ഒഴിച്ചപ്പോഴത്തേന് ചിക്കൻ നല്ലോണം തിളച്ച്, പക്ഷെ വെന്തിട്ടില്ല, വേഗം. ഞാനിന്ന് തിളച്ചിട്ട് ഇതിനകത്ത് ഇച്ചിരി ഉപ്പിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ചിക്കനായി കല്ലിച്ച് പോകും ഉപ്പങ്ങോട്ട് നമ്മൾ ഇട്ട് വയ്ക്കുമ്പോൾ. എൻ്റെ കളറ് കണ്ടോ, ആ തേങ്ങ വറുത്തരച്ച് മിക്സി കഴിയ വെള്ളമാണ് കണ്ടോ. ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം, ഇച്ചിരി ഉപ്പ് ഇടാം, ഇട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കും. ഭയങ്കര വെയിലാണ്, വേവല്ല വെയിലാണ്, താഴെ നല്ല ചൂട്, അതിനേക്കായി നല്ലോണം വെയിൽ അടിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഇട്ടായിരുന്നു, മഞ്ഞൾപ്പൊടി മസാലയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം പിന്നെ നമ്മളതിനകത്തെല്ലാം ചേർക്കാനായിട്ട്. വെന്ത് വരട്ടെ. ഇവിടെ വേകാനുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത് ഒരുമാതിരി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പിടാം. ഞാൻ അരപ്പെടുത്തുകൊണ്ടാണ് ചേർക്കാം. നമ്മൾ മിക്സിയിൽ പൊടിച്ച് അതാണ് തേങ്ങ വറുത്തരച്ച് പൊടിച്ചതാണ്. അതേണ്ട കറിവേപ്പിലയായിട്ട് നമുക്കിനി ഇത് അരപ്പിനോട്ട് ഇറച്ചിക്കകത്തോട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് വന്നത്. ഇത് എല്ലാം കൂടെ പുരട്ടി വെച്ച് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ആ പാത്രം ഒന്ന് കഴുകി ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഒഴിക്കണം. നമുക്കത് ചെയ്തു തരാം. വറുത്തരച്ച ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇച്ചിരി ഒഴിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിന് ഇറക്കി വയ്ക്കാം. ഒരുപാട് നമ്മൾ മുളക് കറി വയ്ക്കുന്നതായിട്ട് നമുക്കിട്ട് തിളപ്പിക്കാനൊക്കത്തില്ല, തേങ്ങ വറുത്തരച്ചതല്ലേ. അത് കാരണം എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നല്ല കുറുകിയ ചാറ്. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ പറയണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോഴത്തേക്ക്
ആക്കണ്ട ചിക്കൻ കറിയുടെ സൂപ്പർ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ബൈ ബൈ.